നമ്മളൊരു ഫിറ്റ്നസ് സൈക്കിള് അസംബിൾ ചെയ്യാനുള്ള പണിയിലാണ്. ഇത് കവറിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് ഇതിൻ്റെ മാനുവൽ നോക്കി വായിച്ചിട്ട് ആദ്യമായിട്ട് ഇതിൻ്റെ അടിയിലുള്ള സ്റ്റാൻഡ് ഫിറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഇതിപ്പോൾ പെട്ടി പൊളിച്ചപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ ഇരിപ്പ്. ഇതിൻ്റെ ഫ്രണ്ട് സ്റ്റെബിലൈസറും ഇത് റയർ സ്റ്റെബിലൈസറുമാണ്. ഈ ബോൾട്ട് ഇട്ടാണ് നമ്മളിത് മുറുക്കാൻ പോണത്. ഒരു ഓപ്പൺ റെഞ്ചും അതുപോലെ ഒരു എക്സഗൺ സ്പാനർ നമുക്ക് ഇതിനോടൊപ്പം തന്നിട്ടുണ്ട്. ഈ രണ്ട് ടൂൾസ് മതി ഇത് മൊത്തം അസംബിൾ ചെയ്യാൻ. നമ്മളിതിൻ്റെ നെറ്റ് ആൻഡ് ബോൾട്ട് ഇട്ട് കഴിഞ്ഞു. ഈ ബാക്കിലെ കൂടി ഇടണം. 4 സ്ക്രൂ നന്നായിട്ട് മുറുക്കി കൊടുക്കണേ. നമ്മളിപ്പോൾ സ്റ്റെപ്പ് 1 കഴിഞ്ഞു. നമുക്ക് സ്റ്റെപ്പ് 2ലേക്ക് പോകാം. ഇതെല്ലാം നന്നായിട്ട് മുറുക്കി, 2 സൈഡിൽ നന്നായിട്ട് മുറുക്കിയിട്ടുണ്ട്. സ്റ്റെപ്പ് 2ൽ നമുക്ക് 2 പെഡലുകളാണ് ഫിറ്റ് ചെയ്യാനുള്ളത്. റൈറ്റ് പെഡലും ലെഫ്റ്റ് പെഡലും. റൈറ്റ് പെഡൽ നമ്മൾ ക്ലോക്ക് വൈസിൽ റെഞ്ച് ഉപയോഗിച്ച് മുറുക്കാം, ലെഫ്റ്റ് ആൻറ്റി ക്ലോക്ക് വൈസിൽ മുറുക്കാം. പെഡൽ മാറിപ്പോയിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയ ഡിസ്പ്ലേ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് അതിൽ തന്നെ ഫിറ്റ് ചെയ്യണം. ലെഫ്റ്റ് പെഡൽ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. റൈറ്റ് പെഡൽ നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിയുകയാണ്. പെഡൽ രണ്ടും ഫിറ്റ് ചെയ്തു. ഇനി നമ്മൾ സ്റ്റെപ്പ് 3ലേക്ക് പോവുകയാണ്. ഇതൊരു സാഡിൽ പോസ്റ്റ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. നമ്മളിപ്പോൾ 2 സാഡിൽ പോസ്റ്റും ഇൻസ്റ്റാൾ ചെയ്തു. ഇതിൻ്റെ അഡ്ജസ്റ്റബിൾ സ്ക്രൂ ഉണ്ട്, അത് വെച്ചിട്ട് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ഇരിക്കാനുള്ള പോസ്റ്റും ഇത് ഹാൻഡിലിനുള്ള പോസ്റ്റുമാണ്. ഇതിൽ രണ്ടിൽ ഈ സ്ക്രൂ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് 4ലേക്ക് പോകാം. നമ്മൾ സാഡിൽ പോസ്റ്റിലേക്ക് സാഡിൽ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സ്റ്റെപ്പാണിത്. സാഡിൽ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ഇനി അത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. നമ്മൾ ഹാൻഡിൽ പിടിപ്പിക്കാനുള്ള പരിപാടിയാണ് ഈ സ്റ്റെപ്പിൽ. 4 സ്ക്രൂ അഴിച്ചു. പിന്നെ ഹെക്സഗണൽ സ്പാനർ ഉപയോഗിച്ച് നമുക്കിത് മുറുക്കാം. നോക്കി പിടിക്കേ. നമ്മൾ ഈ ഹാൻഡിൽ ഫ്രെയിം ഫിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അതിനോടൊപ്പം നമുക്ക് 4 ബോൾട്ടുകളാണ് ലഭിച്ചിട്ടുള്ളത്. ആ ബോൾട്ടുകളുടെ ഇടയിലൊരു ഫ്ലാറ്റ് വാഷറും പിന്നെ ഒരു സ്പ്രിങ് വാഷറും കാണാം. നമ്മൾ ഈ ഫ്ലാറ്റ് വാഷർ ഊരിയെടുക്കാൻ നോക്കരുത്. അത് ആ ബോൾട്ടിൻ്റെ ഒപ്പം ഫിറ്റ് ചെയ്ത് വന്നിരിക്കുന്നതാണ്. നമുക്ക് തന്നിരിക്കുന്ന എക്സഗണൽ റെഞ്ച് ഉപയോഗിച്ചിട്ട് അത് മുറുക്കിയാൽ മാത്രം മതി. അങ്ങോട്ട് 4 മുറുക്കി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഫ്രെയിം ഓക്കെ ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് അവസാന സ്റ്റെപ്പാണ്. ഇതിൽ ഒരു മോണിറ്ററും അതുപോലെ മൊബൈൽ ഹോൾഡറും പിടിപ്പിക്കാനുള്ളൂ. ഇത് രണ്ടും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പൾസ് വയറും സിഗ്നൽ വയറും അതാത് സ്ഥാനത്ത് കുത്തിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഇൻസ്റ്റലേഷൻ പൂർത്തിയാവും. ഈ ഫിറ്റ്നസ് കോഡിൻ്റെ ഫിറ്റ്നസ് സൈക്കിൾ നമ്മൾ ഏകദേശം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ബാറ്ററി ഇതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ബാറ്ററി എടുത്തിട്ട് ബാറ്ററി ഇട്ട് നമുക്ക് പൾസും അതെല്ലാം ബാക്കി സ്പീഡ് അതെല്ലാം ചെക്ക് ചെയ്യണം. മൊബൈൽ ഹോൾഡർ ഫിറ്റ് ചെയ്യുമ്പോൾ അതിന് സ്ക്രൂ ഒന്നുമില്ല, അപ്പോൾ അത് അടിയിൽ കൃത്യമായിട്ട് ഇച്ചിരി ശക്തി പ്രയോഗിച്ച് അതിൽ ഫിറ്റ് ചെയ്താലാണ് അത് നന്നായിട്ട് ഇരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കാൻ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സൈക്കിള് ഫിറ്റ് ചെയ്തു, ഇപ്പോൾ ഉപയോഗിക്കുകയാണ്. സ്കാനറിൽ ഡിസ്പ്ലേ എല്ലാം വരുന്നുണ്ട്.
സീറ്റ് വേണമെങ്കിൽ നമുക്ക് പൊക്കമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. Okay, thank you for watching the video. Bye.